നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. അമ്മ നീല ഉറക്കെ വിളിച്ചുപോയി. തുളസി! അവൾ ഒച്ചയെടുത്ത് അലറി വിളിച്ചു. തന്റെ മുന്നിൽ കണ്ണുമേഴിച്ചുകൊണ്ട് മരവിച്ചെടുക്കുന്ന ഭദ്രയെ അവൾ പിടപ്പോടെ നോക്കി. താഴെ നിന്നും തുളസിയും കാവ്യയും ലൂക്കയെ ഓടിപ്പിടഞ്ഞുകൊണ്ട് കയറി വന്നു. അയ്യോ ഭദ്രകുഞ്ഞെ എഴുന്നേൽക്ക്! നിലക്കുഞ്ഞെ മുത്തശ്ശിനൊന്ന് വിളിക്ക്. ഇല്ലാലോ, അതേ ഇവിടെ ഇല്ലാലോ. ഇനി ആരെയൊന്ന് വിളിക്ക. ഭദ്രകുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോവാ. തുളസി അലമുറയിട്ട് പറഞ്ഞ് കരഞ്ഞു. കാവ്യ, കിരണിട്ടൊന്ന് വിളിക്കോ? നിലയും കരഞ്ഞോട് കാവ്യയോട് പറഞ്ഞു. കിരൺ പോയി. കാവ്യ വിക്കി വിക്കി പറഞ്ഞു. എവിടെ? നീല അതിശയത്തോട് ചോദിച്ചു. അറിയില്ല. അതെന്താ പോയത്? നീലാംബരി കണ്ണുമിഴിച്ചു. പെട്ടെന്നാണ് ഭദ്രയിൽ നിന്നൊരു ദീർഘശ്വാസം മുതിർന്നു. പെട്ടെന്നൊരു മയക്കത്തിലേക്ക് വീഴുമ്പോൾ ഭദ്രയിൽ ചെറു ഞരക്കങ്ങൾ മാത്രം ബാക്കിയായി. തുളസി നെഞ്ചിൽ കൈവച്ച് സമാധാനിച്ചു. പരിചിതമായ എന്തോ കണ്ട പോലെ. ഇനി പേടിക്കേണ്ട കുഞ്ഞെ, കുറെ കഴിയുമ്പോൾ ഉണർന്നോളൂ. നീലാംബരി തുളസിയൊന്ന് തുറച്ചു നോക്കിയ നിമിഷം തന്നെ ഒന്ന് പരിങ്ങിക്കൊണ്ട് തുളസി താഴേക്ക് പോയി. കാവ്യ, കിരണിട്ട് എന്തെങ്കിലും ആവശ്യത്തിന് പോയതാണോ? അറിയില്ല. പക്ഷെ നീല, ഞങ്ങൾ നിന്നോട് പറയാതെ ആ വാതിൽ തുറന്നു. അത് പൂട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാ ഞങ്ങള് പിന്നീട് നീ പറയാറുള്ള ആ കുളത്തിന്റെ അടുത്തുവരെ ഞങ്ങൾ പോയി. പക്ഷെ കിരണിനെ ഞാൻ തടയാൻ ശ്രമിച്ചതാ. അവൻ കേട്ടില്ല. ആ കുളപ്പടയിൽ വാതിൽ തുറന്ന് കിരൺ അവിടേക്ക് ഇറങ്ങി. ഞാനും ലൂക്കി അങ്ങോട്ടേക്ക് പോയില്ല. ഏറെ നേരം അവിടെ നിന്ന ശേഷം ഇപ്പൊ വരാന്ന് പറഞ്ഞോട് കിരൺ കാറി കയറി പോയി. കേട്ട് കഴിഞ്ഞതൊരു ആശ്വാസം തോന്നി നീലാംബരിക്ക്. സാരമില്ല. കിരണിന് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാവും. എന്നോട് പറയാതെ ഈ തറവാട്ടിലും കൊണ്ട് പോവില്ലേ കാവ്യ, പ്ലീസ്. അപ്പോഴും നിലയുടെ മനസ്സാകെ ആശയക്കുഴപ്പത്തിലായിരുന്നു. അമ്മയിൽ നിന്നും തനിക്കിനി ഒന്നും അറിയാൻ കഴിയില്ല. അമ്മയുടെ ഉള്ളിൽ ഒളിച്ചു വെച്ച എന്തെങ്കിലും സംശയങ്ങൾ തന്റെ വാക്കുകൾ കേട്ടെങ്കിലും പുറത്തു വന്നോട്ടെ എന്ന് മാത്രമേ അവളപ്പോൾ ചിന്തിച്ചുള്ളൂ. താളം തെറ്റിയ മനസ്സിന്റെ ഉടമയാണ് തന്റെ അമ്മ എന്ന് തുളസി പറഞ്ഞ് അവൾ ഒരു വേള മറന്നുപോയിരുന്നു. അത് ഓർമ്മ വന്നപ്പോൾ അമ്മയോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു എന്നോർത്ത് ആൾക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. ഉച്ച കഴിഞ്ഞതും തുളസിയെ കൂട്ടി വിളിച്ചുകൊണ്ട് നാലുകെട്ടിന്റെ വാതിൽ കടന്ന് നിലയും കാവ്യയും ലൂക്കയും മുന്നോട്ട് പോയി. കുഞ്ഞെ, മുത്തശ്ശൻ അറിഞ്ഞ വഴക്ക് പറയും. ഇന്നലെ കിരൺ കുഞ്ഞ് പറഞ്ഞ തിരുവനന്തപുരത്തുള്ള ആശുപത്രിയിൽ മുത്തശ്ശിയുടെ ചികിത്സാ ചീട്ടുകളായിട്ട് രാവിലെ പോയതാ കുഞ്ഞിന്റെ മുത്തശ്ശൻ. ഇപ്പൊ ഉച്ച കഴിഞ്ഞില്ലേ, എങ്ങാനും വന്നാലോ? തുളസി ആവലാതിയോടെ ചോദിച്ചു. പേടിക്കണ തുളസിക്കുട്ടി, എന്നാലും ഫോട്ടോഷൂട്ട് സമയത്ത് ഇവിടേക്ക് ആൾക്കാർ കയറി ഇറങ്ങും. കിരണേട്ടൻ പറഞ്ഞപ്പോ ഇന്നലെ മുത്തശ്ശൻ സമ്മതിച്ചല്ലോ. ലൂക്കയ്ക്ക് ലൊക്കേഷൻ നോക്കി വെക്കേണ്ട ഡ്യൂട്ടിയാ. ഇല്ലെങ്കിൽ എന്റെ ജാന എല്ലാവരെയും കൊല്ലും. തുളസിക്ക് അറിയില്ല, കലിപ്പനാ, കട്ട കലിപ്പൻ. നിലയുടെ വായിൽ നിന്ന് എന്റെ ജാൻ എന്ന് കേട്ടതും തുളസി പുഞ്ചിരിയോടെ വിശ്വസിച്ചു. എങ്കിലും അപ്പോൾ തന്നെ അവരൊരു ഭയം വന്ന് മൂടി. എങ്കിലും നമ്മൾ 3 പെണ്ണുങ്ങൾ മാത്രമല്ലേ ഇപ്പൊ വാതിൽ കിടന്ന് അകത്തേറിയത്? എന്തോ ഒരു പേടി പോലെ. 3 അല്ല, 4 പെണ്ണുങ്ങള്. ലൂക്കുറക്കെ പറഞ്ഞു. തുളസിയുടെ കണ്ണ് തുറിച്ചു വന്നു. നിലയും കാവ്യം പതിയെ ചിരിച്ചു. ഏയ് തുളസിക്കുട്ടി, ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വരേണ്ടെന്ന് പറയാൻ മാത്രം നീതി വല്ലതും ഉണ്ടോ ഇതിനുള്ളില്? തുളസിയുടെ തോളിലൂടെ ലൂക്ക കൈ ചേർത്തും ഒന്ന് പിടഞ്ഞുകൊണ്ട് തുളസി പിന്നിലേക്ക് മാറി. ഓ ജീസസ്! കണ്ണുമൂളിലേക്ക് ഇറക്കി ലൂക്ക ഫോണിൽ ഫോട്ടോകൾ എടുത്ത് കൂട്ടി. തുളസിയുടെ വെപ്രാളം കണ്ട് കാവ്യ ഉറക്കെ ചിരിച്ചുകൊണ്ട് ലൂക്കൊപ്പം കൂടി. തുളസിക്ക് പേടിയുണ്ടോ? എന്തിനാ പേടിക്കുന്നേ? പണ്ട് പാതിരാത്രി വാതിലിനപ്പുറം വന്ന് മന്ത്രിച്ചീട്ടി രക്ഷകൾ പൊട്ടിച്ചും കൂട്ടിക്കെട്ടിയും എന്റെ അമ്മയെ രക്ഷിച്ചുകൊണ്ട് വന്ന തുളസിയാണ് ഈ പറയുന്നേ. ആരും കേൾക്കാതെ പതിഞ്ഞ സ്വരത്തിൽ നില ചോദിക്കുമ്പോൾ ആ കണ്ണുകളിലെ മുറുക്കം കണ്ടൊന്ന് പതറി തുളസി. അന്ന് എല്ലാ മുറിയിലും ബന്ധനങ്ങൾ ഉണ്ടായിരുന്നു കുഞ്ഞെ. ഇപ്പൊ അങ്ങനെയല്ല. എനിക്ക് ഭയമുണ്ട്. ആ അനിരുദ്ധം പറഞ്ഞ മോള് മറന്നു. അകത്തൊരു മുറി പോലും ഇപ്പൊ ബന്ധനങ്ങളില്ല. അയാളെല്ലാം വലിച്ചു പൊട്ടിച്ചല്ലേ പോയത്. എന്നിട്ടിപ്പോ എന്താ ഉണ്ടായി? ഇത്രയും ദിവസം എല്ലാവരും ഇവിടെ തന്നെ തങ്ങിയത്. ആർക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ഒരു പുച്ഛഭാവമായിരുന്നു നിലക്കപ്പോൾ. കളിയാക്കേണ്ട കുഞ്ഞെ, മുത്തശ്ശിക്ക് വയ്യാണ്ടായി പിന്നെ ഇവിടെ ആരും അങ്ങനെ താമസിച്ചിട്ടില്ല. പകൽ സമയങ്ങൾ വരുമെന്നല്ലാതെ 1-2 രാത്രികൾ മാത്രമേ ഭദ്രക്കുഞ്ഞ് ഞാനിവിടെ നിന്നിട്ടുള്ളൂ. പിന്നെ ആശുപത്രിയിൽ മുത്തശ്ശിക്കായി എടുത്ത മുറിയില്ല ഞങ്ങൾ കഴിഞ്ഞുകൂടിയത്. പകൽ സമയം പോലും ഒറ്റയ്ക്ക് വരാൻ എനിക്ക് പേടിയാ കുഞ്ഞെ. ആലോചിക്കുമ്പോൾ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്തിനു വേണ്ടിയുള്ള പുറപ്പാടിനാണോ ആവോ ഈ തറവാടിങ്ങനെ മൗനം പൂണ്ട് നിൽക്കുന്നു. എന്തോ വിപത്ത് വരാൻ പോണ പോലെ തോന്നുന്നു കുട്ടി. തുളസിയുടെ കണ്ണുകളിൽ വല്ലാത്തൊരു ഭയം നേളിച്ചു. ആദ്യമായി നീലാംബരി കുളപ്പടവുകൾ ഇറങ്ങി. താൻ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ലാത്ത തന്റെ സ്വന്തം തറവാട്ടുകുളം. അന്ന് കൈലാസത്തിൽ ഡോക്ടർ നമ്പൂതിരിക്കൊപ്പം ഇരിക്കുമ്പോൾ മനക്കണ്ണിൽ കണ്ടതൊക്കെ അവ്യക്തമായി അവിടെ ഓർമ്മയിലേക്ക് വന്നു. കുറേയൊക്കെ ഒരു സ്വപ്നം കണ്ട പോലെ അവിടെ മനസ്സിൽ നിന്നും മാഞ്ഞുപോയി. ഇരുണ്ട നിറം പൂണ്ട വെള്ളത്തിലെ ഭംഗിയുള്ള താമരപ്പൂക്കൾ നോക്കി അമ്പരന്നങ്ങനെ നിന്നു നീലാംബരി. കാവ്യ പടവുകൾ ഓടിയിറങ്ങിയതും തുളസി അവളെ തടഞ്ഞു. അരുത് കാവ്യക്കുഞ്ഞെ, അങ്ങോട്ടേക്ക് പോവല്ലേ. ഓ കമോൺ തുളസി, വൈ ആർ യു സ്കാരിങ് us? നിന്റെ ശബ്ദത്തിന് എന്തൊരു കുഴപ്പം? പുറകിന്ന് വന്ന് വിളിച്ച് കൂവ വെറുതെ. സ്കാരി വുമൺ. നിലയെ പിടിച്ചു വലിച്ചൊരു പടവിലായിരുത്തിക്കൊണ്ട് അവിടെ കാലും കൈയൊക്കെ പിടിച്ചു വെച്ച് പോസ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നിടയിൽ ലൂക്ക തുളസിയെ നോക്കി പറഞ്ഞു.
ആ സംസാരം തുളസിക്ക് അത്ര പിടിച്ചില്ല. ദേ നിലക്കുഞ്ഞ്, ഇയാളുടെ സംസാരം എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. അങ്ങോട്ട് പോയി അധികം തുള്ളിച്ചാണ്ടാന്ന് പറഞ്ഞേക്ക്. മൂക്കം പാമ്പ് കൊത്തിച്ചാവും. വാട്ട് കൊത്തിച്ചാവും? ഇടുപ്പിൽ കൈകുത്തിയെന്ന് തുളസി പറഞ്ഞ് മനസ്സിലാവാൻ ലൂക കണ്ണുമിഴിച്ചു. മൂർഖൻ, കോബ്ര പറഞ്ഞുകൊണ്ട് നില ചിരിച്ചു. നിലയെ പടവിൽ പിടിച്ചിരുത്തി ഫോട്ടോ എടുക്കായിരുന്ന ലൂക്ക അത് കേട്ട് ചാടിത്തുള്ളി പടവിന് മുകളിലേക്ക് കയറി. ആ നിമിഷം തന്നെ കാവ്യയും നിലയും തുളസിയെ ഉറക്കെ ചിരിച്ചു. ചിരിച്ചുകൊണ്ട് തന്നെ കാവ്യ പതിയൊരു താമരപ്പൂവിനായി കൈ നീട്ടി. നീലാംബരിയെ നോക്കി ചിരിക്കുന്നിടയിൽ പൂവിനെ ലക്ഷ്യമാക്കി അവളുടെ കൈകൾ നീണ്ടതും ആ കൈയിലേക്ക് പൂവിരുത്തെടുത്ത് ആരോ വെച്ചുകൊടുത്തു. മുല്ലപ്പൂ പറിക്കുന്ന ലാഘവത്തിൽ ഒരു താമരപ്പൂവ് തണ്ടോടുകൂടി തന്റെ കൈയിലേക്ക് വന്നതും ഒരു പിടപ്പോട് അവൾ കുളത്തിലേക്ക് നോക്കിപ്പോയി. കുളത്തിലെ വെള്ളത്തിന് വല്ലാത്തൊരു ഓളം വിട്ടൽ. ആരോ കുസൃതി കാട്ടി കുലുങ്ങി ചിരിക്കും പോലെ. കാവ്യ വേഗം പടവുകൾ ഓടിക്കയറി നീലാംബരിയുടെ അടുക്കിലേക്ക് വന്ന് നിന്നു. അവൾക്ക് അപ്പോഴും തനിക്കുണ്ടായ അനുഭവം ആരോടും പറയാൻ തോന്നിയില്ല. വീണ്ടും ഒരു കൂട്ടച്ചിരി ഉയർന്നാറോ എന്ന് കാവ്യക്ക് തോന്നിപ്പോയി. ട്രിവാൻഡ്രത്തുള്ള സ്റ്റാർ ഹോട്ടലിൽ ജാൻ പറഞ്ഞ പ്രകാരം 10ഓളം സ്യൂട്ട് റൂമുകൾ ബുക്ക് ചെയ്ത ശേഷം കാറിൽ തിരികെ വരികയാണ് കിരൺ. അവന്റെ മനസ്സാ കലങ്ങി പറഞ്ഞ അവസ്ഥയിലാണ്. നീലാംബരിയുടെ തറവാട്ടിൽ താൻ കണ്ട ആ കുളം മുമ്പൊരിക്കൽ എപ്പോഴോ കണ്ട പോലെ ഒരു ഓർമ്മ അവനിലുണ്ടായി. എത്ര ആലോചിച്ചിട്ടൊരു എത്തുമ്പടിയും കിട്ടാത്ത പോലെ. ആ കുളപ്പടവിൽ നിൽക്കുമ്പോഴത്രയും വല്ലാതെ നെഞ്ചു പിടയുന്ന പോലെ അവന് തോന്നി. സന്തോഷത്തോടെ നിന്ന് തന്റെ മനസ്സിൽ ഒരു കാരണവുമില്ലാതെ ദുഃഖം തളം കെട്ടിയ അവസ്ഥ. ഡോക്ടർ നമ്പൂതിരി നിലയുമൊക്കെ പറയും പോലെ വല്ലാത്തൊരു നെഗറ്റീവ് എനർജി തങ്ങി നിൽക്കുന്ന ഇടമായി തോന്നി അവന് മേലാറ്റൂർ മന. അതുകൊണ്ട് തന്നെയാണ് ആരോടൊന്നും പറയാതെ കാറെടുത്ത് സിറ്റിയിലേക്ക് വന്നത്. ഹോട്ടലിലെ ഫോർമാലിറ്റീസ് ഒക്കെ പൂർത്തിയായ ശേഷമാണ് ഓർത്തത് നീലാംബരി തറവാട്ടിൽ ഒറ്റക്കാണല്ലോ എന്നുള്ളത്. കാവ്യയും ലൂക്കയൊക്കെ കൂടെ ഉണ്ടെങ്കിലും അവൾ ആർക്കൊപ്പം സുരക്ഷിതയില്ല എന്നൊരു തോന്നലുണ്ടായി കിരണിൽ. വല്ലവിധനെയും ഭദ്ര കഞ്ഞി കുടിച്ചെന്ന് വരുത്തി തീർത്തു. അമ്മയുടെ അവസ്ഥ പലപ്പോഴായി കണ്ടിട്ടുള്ളതാണ്. തല്ലോ വഴക്കം ഉണ്ടായാൽ താനും അമ്മയും സ്ഥിരമായി ചെയ്യുന്ന കാര്യമാണ് ഭക്ഷണം കഴിക്കാതെ മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നില ഭദ്രയെ അധികം ശല്യം ചെയ്യാൻ പോയതുമില്ല. അടുത്തു പോയിരുന്നാൽ പിന്നെയും ഓരോന്ന് കുത്തി കുത്തി ചോദിക്കാൻ തോന്നും. വൈകുന്നേരം ആയപ്പോഴേക്കും സർപ്പക്കാവിൽ വിളക്ക് വെക്കാൻ നിലക്ക് വല്ലാത്ത ആഗ്രഹം തോന്നി. മനസ്സറിഞ്ഞ ഇഷ്ടത്തോടെ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത കാര്യമാണ്. പക്ഷേ ഒരു നന്ദി പറച്ചിൽ വേണമെന്ന് തോന്നിയതും കാവ്യയും ലൂക്കയും കൂടെ കൂട്ടാൻ അവൾ തീരുമാനിച്ചു. കുളി കഴിഞ്ഞ് ധരിക്കാനായി പുതിയൊരു ധാവണി കയ്യിലെടുക്കുമ്പോൾ ഒരു ജോഡി കാവ്യക്കും കൊടുത്തു അവൾ. ലൂക്കയും കാവ്യയും കുളിക്കാനായി പോയി. തുളസി മുറ്റമണിക്കുകയാണ്. ആദ്യമേ കുളിച്ചു കയറിയതാണ് നില. മുറിയിലേക്ക് പോകാനായി ഗോവണി കയറാൻ നേരം പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വന്നു. അവളൊന്ന് തിരിഞ്ഞ് മുത്തശ്ശന്റെ മുറിയിലേക്ക് നോക്കി. വയ്യാത്ത മുത്തശ്ശി മാത്രമേ അതിനുള്ളിലുള്ളൂ. മുത്തശ്ശൻ ഇതുവരെ തിരികെ വന്നിട്ടില്ല. തുറന്നു കിടന്ന ആലമാര ഒരിക്കൽ മാത്രമേ ആരും അറിയാതെ പരിശോധിക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ. പിന്നീട് അവസരങ്ങൾ ഉണ്ടായിട്ട് കൂടി അങ്ങനെ ഒരു സാഹസത്തിന് മുതിരേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അച്ഛനെ ഒന്നറിയാൻ ഉള്ളുകിടന്ന് വെമ്പൽ കൊള്ളുകയാണ്. അമ്മയുടെ മാനസിക ബുദ്ധിമുട്ടുകൾ പോലും വകവെക്കാതെയുള്ള ഒരുതരം വാശിയാണ് തന്നിലിപ്പോൾ. വേണ്ടി വന്നാൽ ഒരവസരത്തിൽ ഇനി അമ്മയോട് താൻ ഇതൊക്കെ തന്നെ ആവർത്തിച്ചേക്കാം. അതിനു മുമ്പ് അറിയേണ്ടതൊക്കെ അറിയണം. പിന്നീടൊന്നും ചിന്തിച്ചെന്ന് സമയം കളഞ്ഞില്ല അവൾ. നേരെ ആ മുറി തുറന്ന് അകത്തേക്ക് കയറി. മുത്തശ്ശി വല്ലാത്തൊരു ഉറക്കത്തിലാണ്. ശോഷിച്ച ആ രൂപം കാണുമ്പോൾ തന്നെ ഭയം തോന്നി അവൾക്ക്. ഉണർന്നിരിക്കുന്ന സരോജിനി മുറിയിൽ ആര് കയറിയാലും തിരിച്ചറിയുമായിരുന്നു. ചെറു ശബ്ദങ്ങളും സുഗന്ധവും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിസ്സംശയം പേര് ചൊല്ലി അവർ വിളിക്കും. പാത്തും പതുങ്ങിയ അലമാരയുടെ പരിസരത്തേക്ക് പോയിരുന്ന കൽപ്പനയ്ക്ക് തന്നെയായിരുന്നു എപ്പോഴും അതിന് അവസരം കിട്ടിയിരുന്നതും. വാതിൽക്കിലേക്ക് ഒരിക്കൽ കൂടി കണ്ണോടിച്ചുകൊണ്ട് അവൾ അലമാരയുടെ ഹാൻഡിലും തൊട്ടു. പഴയൊരു തടി അലമാരയാണ്. എങ്കിലും ഒരു പോറൽ പോലും അതിന് സംഭവിച്ചിട്ടില്ല. അവളുടെ ഭാഗ്യം എന്ന് വേണേൽ പറയാം. ധൃതിയിൽ ആശുപത്രിയിലേക്ക് തിരിച്ച ഭാർഗവൻ നായർ അലമാര പൂട്ടാൻ മറന്നിരുന്നു. ഒത്തിരി അരിച്ചു പെറുക്കി അവൾ. അപ്പോഴും കിട്ടിയില്ല ആൽബം. നിറഞ്ഞിരിക്കുന്ന തുണികൾക്ക് മുകളിലൂടെ പരതിയ ഏതോ ഒരു നിമിഷത്തിൽ പുറം കൈയിൽ ഒരു പോറൽ തീർത്തുകൊണ്ട് എന്തിനോ പോയി തടഞ്ഞ അവളുടെ വലത് കൈ. ഒന്നിരി വലിച്ചുകൊണ്ട് അവൾ കൈ പിൻവലിച്ചതും കണ്ടു. ചെറുതായി ചോര പൊടിയുന്ന കോറിയിട്ട പോലൊരു വര. ആറക്കുള്ളിലേക്കൊന്ന് കുനിഞ്ഞു നോക്കിയതും കണ്ടു. ഒരു ഇരുമ്പു ചാവി മുകളിൽ നിന്നും താഴേക്ക് തൂങ്ങി നിൽക്കുന്നു. തടിയുടെ അടിയിൽ ഒരു രഹസ്യ അറ. കീഴോട്ട് തുറക്കുന്ന അറ സൂക്ഷിച്ചു വേണം തുറക്കാനെന്ന് അവൾ ഓർത്തു. തുറക്കുമ്പോൾ തന്നെ അതിനുള്ളിലെ സാധനങ്ങൾ പുറത്തേക്ക് വീഴാൻ സാധ്യതയുണ്ട്. കുറച്ച് വസ്ത്രങ്ങൾ എടുത്തു മാറ്റിയ ശേഷം അവൾ ആ ചാവിയിൽ പിടിച്ച് തുറക്കുമ്പോൾ അതിൽ നിന്നൊരു കറുത്ത പഴയ ബാഗ് പുറത്തേക്ക് വന്നു. ആ ബാഗ് തുറന്നു അവളുടെ കണ്ണുകളൊന്നും ഇഴിഞ്ഞു വന്നു. മേനോൻസ് എന്ന സ്ഥാപനത്തിന്റെ ലോഗോക്കൊപ്പം മേനോൻ സ്റ്റുഡിയോ എന്ന് എഴുതിയിരിക്കുന്ന ഒരു ആൽബം. താൻ അന്ന് കണ്ട ആൽബം അല്ല ഇതെന്ന് അവൾക്ക് തോന്നി. വിറയാർന്ന കൈകൾ കൊണ്ട് തന്നെ അവൾ വേഗത്തിൽ താളുകൾ മറിച്ചു നോക്കി. ബ്ലാക്ക് ആൻഡ് വൈറ്റിലും കളറിലുമൊക്കെയുള്ള കുറെ ഫോട്ടോകൾ കോർത്തു വെച്ച പഴയ ആൽബം. ആദ്യം തന്നെ കണ്ണിലുടക്കിയത് പഴയ മേലാറ്റൂർ മനയുടെ ഒരു ഫോട്ടോ പടിപ്പുരയിൽ നിന്ന് എടുത്തതാണ്. പിന്നീടുള്ള താളുകൾ മറിക്കുമ്പോൾ അത്രയും അവളുടെ ശരീരം തളരുന്ന പോലെ അവൾക്ക് തോന്നി. കാവിൽ വിളക്ക് തെളിയിക്കുന്ന ധാവണി ചുറ്റിയ അതിസുന്ദരിയായ ഒരു പെൺകുട്ടി.
നിതംബം കഴിഞ്ഞു കിടക്കുന്ന അവളുടെ പനങ്കുല പോലുള്ള മൊഴി അഴിച്ചിട്ടിരിക്കുന്നു. പിന്നീട് അത്രയും അവളുടെ പലതരത്തിലുള്ള ചിത്രങ്ങൾ മാത്രമായിരുന്നു. ആദ്യം കണ്ട ചിത്രങ്ങൾ അത്രയും അവൾ അറിയാതെ എടുത്താണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. പിന്നെ കണ്ടത് ചിരിയോടെ ക്യാമറയിൽ നോക്കി നിൽക്കുന്ന ഒരു ചിത്രമാണ്. അവിടുന്ന് അങ്ങോട്ട് അവളുടെ നാണവും പരിഭവവും കുറുമ്പും പൊട്ടിച്ചിരിയും ഒക്കെ ഉണ്ടായിരുന്നു. ഭദ്ര, സുന്ദരിയായ തൻ്റെ അമ്മ ഭദ്ര. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ശശിധര മാമയും പ്രേമൻ സാറും കാര്യസ്ഥൻ രാമാനുജനും അടുത്തടുത്തായി നിൽക്കുന്ന വ്യക്തമായൊരു ചിത്രം. ആദ്യമായിട്ടാണ് പ്രേമൻ സാറിന്റെ ചിരിച്ച മുഖം അവൾ കാണുന്നത്. ശോഭന ടീച്ചറുടെ വീട്ടിലെ ഒരു പഴയ വിവാഹ ഫോട്ടോയിൽ അവൾ പ്രേമൻ സാറിനെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇത്രയും ഭംഗിയുള്ള ഒരു പ്രേമൻ സാറിനെ അവൾ കണ്ടിട്ടില്ല. രാമാനുജൻ ഒരു കറുത്ത് തടിച്ച മനുഷ്യനാണ്. അവസാനമായി ഒരൊറ്റ ഫോട്ടോ കൂടി. മുണ്ടും ഷർട്ടും ധരിച്ച് പാലമരച്ചൂട്ടിൽ മരത്തിൽ ചാരി നിൽക്കുന്ന നാത്തുമേനോൻ. പാലപ്പൂവ് കൊണ്ടൊരു മാല കൈത്തണ്ടയിലുണ്ട്. തിങ്ങിഞ്ഞെരുങ്ങിയ കോലമുടി നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നു. നിറയെ പ്രണയം നിറച്ച ആ വെള്ളാരം കണ്ണുകൾ കൊണ്ടുള്ള നോട്ടം കാണെ അവൾക്ക് തന്റെ ഉണ്ണിയേട്ടനെ ഓർമ്മ വന്നു. കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൾ ആ ആൽബം അടച്ച് ഇരുന്നിടത്ത് തന്നെ വെച്ചു. നീലാംബരി വിറച്ചുകൊണ്ടുള്ള ആ വിളി കേട്ട് അവൾ ഞെട്ടിപ്പിടഞ്ഞ് തിരിഞ്ഞു നോക്കിയതും കണ്ടു കിടക്കയിൽ എഴുന്നേറ്റിരിക്കുന്ന മുത്തശ്ശി സരോജിനിയെ. ഒരു വേള ആ കുഴിഞ്ഞ കണ്ണുകളിൽ തിളങ്ങുന്ന വെള്ളകൃഷ്ണമണികൾ അവളെ ഭയപ്പെടുത്തി. മുത്തശ്ശി, ഞാൻ അവൾ വല്ലാതെ വെപ്രാളപ്പെട്ടു. അവർ കയ്യാട്ടി അവൾ അടുത്തേക്ക് വിളിക്കുകയാണ്. ആദ്യമൊന്നും മടിച്ചുവെങ്കിലും അവൾ പതിയെ അടുത്തേക്ക് നടന്നു. ഇവിടെ ഇരിക്കേണ്ട കുട്ടിയെ കട്ടിലൊന്ന് പതിയെ തട്ടി അവർ പറയുമ്പോൾ അവൾ മെല്ലെ അവരുടെ അടുത്തേക്ക് ഇരുന്നു. മുത്തശ്ശി ഇനി അധിക കാലമൊന്നും ഉണ്ടാവില്ല മോളെ. ഭദ്ര പറഞ്ഞ് ചിലതൊക്കെ അറിഞ്ഞ് ഞാൻ നന്നായി വരും. വല്ലാതെ ശ്വാസം എടുത്തുകൊണ്ട് അവർ കിതപ്പോടെ നിർത്തിയാണ് പറയുന്നത്. അവളുടെ കൈക്ക് വേണ്ടി അവർ കൈ നീട്ടിയതും അവൾ ആ കൈയിൽ കൈ ചേർത്തു. തണുത്ത് വിറങ്ങലിച്ച കൈ അവളുടെ കൈയിലമർത്തി അവർ മുഖം ചുളിച്ച് കരഞ്ഞു. മുത്തശ്ശി, എൻ്റെ അച്ഛനാരാ? പ്രതീക്ഷിക്കാത്ത നേരം നീലാംബരിൽ നിന്നും ആ ചോദ്യം കേട്ടതും അവരുടെ കൈയൊന്ന് ഇവർന്ന നിമിഷം തന്നെ നിലയുടെ കൈകൾ കട്ടിലേക്ക് തന്നെ വീണു. പറ മുത്തശ്ശി, ചോദിച്ച് മടുത്തിയ ഇനിയെങ്കിലും. അവളുടെ തേങ്ങലുകൾ ഉയർന്നു. ഒരു ദീർഘശ്വാസം എടുത്തു അവർ. ഒരു തേങ്ങലും വിറയിൽ അവരിൽ നിന്ന് ഉയർന്നു. പ്രതീക്ഷിച്ച ഉത്തരം ലഭിക്കില്ലെന്ന് മനസ്സിലായതും അവൾ എഴുന്നേറ്റ് നടന്നു. മോളെ, കാര്യസ്ഥൻ രാമാനുജനാണെന്നല്ലാതെ മറ്റൊരു പേരും ആരിൽ നിന്നും വീഴില്ല. കാരണം മറ്റാരുമായി നിന്റെ അമ്മയ്ക്ക് ബന്ധമുള്ള കാര്യം ഇവിടെ ആരും വിശ്വസിക്കില്ല. വാതിലടച്ച് കുറ്റിയിട്ട ശേഷം അടുത്തേക്ക് വരൂ കുട്ടി. നീല ഓടിപ്പോയി വാതിലടച്ച് കുറ്റിയിട്ടു. ഭദ്ര പറഞ്ഞ് ആരും അങ്ങോട്ട് വിശ്വസിച്ചില്ല. അതാ വാസ്തവം. പിന്നീട് ഭദ്ര തന്നെ പറഞ്ഞ പേര് രാമാനുജൻ എന്ന് തന്നെയാ. അപ്പോ മുത്തശ്ശി പറഞ്ഞ മറ്റൊരുവൻ അതാരാ മുത്തശ്ശി? കണ്ണു തുറച്ചിരുന്ന സരോജിനിയെ നോക്കി അവൾ അല്പ ഉച്ചത്തിൽ തന്നെ വിളിച്ചു. ഒരു ദിവസം രാത്രി രാമാനുജനെ ഭദ്രയുടെ മുറിയിന്ന് ശശിധരനും കൽപ്പനയും കൂടി പിടിച്ചിറക്കി. അതിനുശേഷം എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം. തല്ലുകൊള്ളാൻ വയ്യാണ്ട് ഭദ്ര നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു അവൾക്ക് വയറ്റിലുണ്ടെന്ന്. അന്ന് 17 വയസ്സേ ഉള്ളൂ എൻ്റെ കുട്ടിക്ക് പ്രായം. പക്ഷേ രാമാനുജൻ്റെ ചോരയല്ല തൻ്റെ വയറ്റിലുള്ളെന്ന് ഭദ്ര പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി. ശോഭനയുടെയും പ്രേമേൻ്റെയും വീട്ടിൽ അടിക്കടി പോവായിരുന്നു ഭദ്ര. അവിടെ നൃത്തം പഠിപ്പിക്കാൻ വരുന്നൊരു മാഷിനി കുട്ടികളില്ലാത്ത പ്രേമനെയൊക്കെ സംശയിച്ചു ഞങ്ങളൊക്കെ. ആ ഇടക്ക് പ്രേമൻ്റെ കൂട്ടുകാരൻ തറവാട്ടിൽ വല്ലപ്പോഴും വരുമായിരുന്നു. ഒരു നാഥൻ വയറ്റിലുള്ള ഗർഭത്തിൻ്റെ പഴി ഭദ്ര അയാളുടെ മണ്ടയിലാക്കി. ഇവിടെ ആരും അത് ചെവിക്കൊണ്ടില്ല. ആ ദിവസത്തിന് ശേഷം അയാളും ഇങ്ങോട്ടേക്ക് വരാതെയായി. എങ്ങനെയാണെന്നറിയില്ല. ഭദ്രക്ക് പറ്റിയ അബദ്ധം നാട്ടിൽ മുഴുവൻ പാട്ടായി. അവസാനം ശശിധരൻ രാമാനുജനെ കൊണ്ട് തന്നെ ഭദ്രയുടെ വിവാഹം ഉറപ്പിച്ചു. ആദ്യമൊക്കെ അവൾ എതിർത്തു. പക്ഷേ പിന്നീട് അവൾ വിവാഹത്തിന് സമ്മതിച്ചു. പ്രസവശേഷം വിവാഹം കഴിക്കാമെന്ന് ഭദ്ര ശശിധരന് വാക്ക് കൊടുത്തു. പക്ഷേ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ ഭദ്രയുടെ ദേഹത്തെ ചില ശല്യങ്ങളൊക്കെ ഉണ്ടായി. അനിരുദ്ധം വല്യമ്പൂരിയുടെ അച്ഛൻ നമ്പൂരി അന്ന് തറവാട്ടിൽ താമസിച്ച് അതിന് വേണ്ട പൂജകളൊക്കെ ചെയ്യായിരുന്നു. എന്നിട്ടും ഭദ്രയുടെ അസുഖം ഭേദമായില്ല. വയറ്റിലുള്ള കുട്ടിയെ കൊല്ലാൻ വരെ അവൾ സ്വയം ശ്രമിച്ചു എന്ന് കൽപ്പന പറയായിരുന്നു. പക്ഷേ രാമാനുജൻ്റെ മരണം അവളെ വല്ലാണ്ട് തളർത്തി. പ്രസവം കഴിഞ്ഞ അന്നേ ദിവസം അറിഞ്ഞ്
ആ മരണ വാർത്ത കേട്ട് ഒരു മുഴുഭ്രാന്തിയെ പോലെ മാസങ്ങളോളം എൻ്റെ കുട്ടി കിടന്ന് നരകിച്ചു. അതിൽ പിന്നെ മറ്റൊരു യുവാത്തിനും സമ്മതിക്കാണ്ട് നിനക്ക് വേണ്ടി അവൾ ജീവിക്കുക. അത്രയും പറഞ്ഞ് സരോജിനി തളർന്ന് കട്ടിലേക്ക് വീണു. ഓർമ്മയില്ലാത്ത പോലെ അവരൊരു മയക്കത്തിലേക്ക് വീണു. നാട്ടിലും വീട്ടിലുമൊക്കെ ആരോ പറഞ്ഞ് പഠിപ്പിച്ച ഒരു കള്ളക്കഥ, അതാണ് താനും കേട്ടുവളർന്നു. കലങ്ങി മറിഞ്ഞ മനസ്സുമായി നീലാംബരി വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ കണ്ടു ചുമരിൽ ചാരി നിൽക്കുന്ന തുളസിയെ. അവൾ കലങ്ങിയ കണ്ണുകൾ കൊണ്ട് തുളസിയെ കൂർപ്പിച്ച് നോക്കി. കേട്ടു അല്ലേ? ശശിധരമാമയും കൽപ്പനമ്മയും എഴുതി പിടിപ്പിച്ച നാട്ടിൽ പാട്ടായ ഭദ്രയുടെയും രാമാനുജന്റെയും പ്രണയകഥ. വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛനെ അമ്മ ചൂണ്ടിക്കാട്ടിയിട്ട് പോലും വിശ്വസിക്കാതിരിക്കാൻ ഭദ്ര നിങ്ങൾക്കൊക്കെ അത്രക്ക് അന്യായിരുന്നു. തുളസി, എൻ്റെ അമ്മയ്ക്ക് ബാധ കൂടിയതല്ല, ഡിപ്രഷൻ. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്, വിഷാദരോഗം എന്ന് പറയും. അതിന്റെ ഏറ്റവും മോശാവസ്ഥയിലൂടെ കടന്നുപോയ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഭദ്ര. നിങ്ങളെല്ലാവരും ചേർന്ന് രഹസ്യങ്ങൾ അടക്കി പിടിച്ചപ്പോ ആ പിടിയിൽ ഒതുങ്ങിപ്പോയി എൻ്റെ അമ്മയുടെ ജീവിതം. അതീവ ദേഷ്യത്തിൽ വിറച്ചുകൊണ്ട് അവൾ ചോദിക്കുമ്പോൾ തുളസി തളർന്നുപോയി. നിലക്കുഞ്ഞെ വിളിക്കണ്ട. അവൾ വേഗത്തിൽ ഗോവണി ലക്ഷ്യമാക്കി നടന്നു. അവളുടെ പുറകെ ഓടി തുളസി. നിലയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അടുക്കളക്ക് സമീപമുള്ള അവരുടെ മുറിയിലേക്ക് കൊണ്ടുപോയി വാതിൽ ചാരി. കുഞ്ഞെ, നിന്റെ അച്ഛൻ മോളെന്ന് പറഞ്ഞ ആള് തന്നെയാ നാഥൻ. പക്ഷേ അയാളും ഭദ്രക്കുഞ്ഞും തമ്മിലുള്ള ബന്ധമൊന്നും ആരും അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അതൊരു രഹസ്യ ബന്ധമായിരുന്നു. അവരെങ്ങനെ കണ്ടിരുന്നുവെന്നോ എവിടെ വെച്ച് പരിചയപ്പെട്ടു എന്നോ ഒന്നും ആർക്കും അറിയില്ലായിരുന്നു. ഭദ്രക്കുഞ്ഞ് ഗർഭിണിയാണെന്ന് അറിയുന്ന ദിവസം നാഥൻ എന്ന പേര് ഭദ്ര വിളിച്ചു പറയുന്നു. മോളുടെ അച്ഛനെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കിയത് നാഥനെ തേടി വന്നവരാ. അവരാരൊക്കെയാണെന്ന് ഈ തറവാട്ടിൽ ആരും നേരിട്ട് കണ്ടിട്ടില്ല. അച്ഛനെന്നും പറഞ്ഞ് നടക്കുന്ന നീ അപകടം വരുത്തി വെക്കും. അറിയോ, നിന്റെ അച്ഛൻ അത്ര നല്ലവനൊന്നുമല്ല. അതുകൊണ്ടാ തേടി വന്നവര് തന്നെ അയാളെ കൊല്ലാൻ കൂട്ടുന്നത്. കുഞ്ഞി, പൂജയ്ക്ക് വന്ന വലിയ നമ്പൂരിയുടെ 5 അനുയായികളെ വെട്ടിക്കൊന്നവനാ നിന്റെ അച്ഛൻ നാഥൻ. അറിയോ? പുറം ലോകം അറിഞ്ഞാൽ ഭദ്രക്കുഞ്ഞിനെ ഉൾപ്പെടെ നാട്ടുകാരും പോലീസും ആക്രമിക്കും. ശശിധരൻ അയാളുടെ സ്വത്ത് മൊത്തം വിറ്റുപറിക്ക് ആ പണം കൊടുത്ത് അനിരുദ്ധന്റെ അയാളുടെ അച്ഛൻ്റെയും വായടപ്പിച്ചു. ചെയ്തു കൂട്ടിയതിന് പ്രതികാരമായിട്ട് അനിരുദ്ധന്റെ അച്ഛൻ നമ്പൂതിരി അയാളെ പൂട്ടിയിട്ടിരുന്നു കുറേ കാലം. അവസാനം കൊന്നുകളഞ്ഞ്. കൊല്ലുന്ന ആരും കരുതിയതല്ല, കൊല്ലിച്ചത് അയാളെ തേടി വന്ന വരുത്തന്മാരാ. പിന്നെ ആ ദത്തിനും മോളുടെ ശശിധരൻ മാമി അതിന് കൂട്ടു നിന്നുള്ളത് ശരിയാ. മരിക്കുമ്പോൾ എന്നോട് ഇതൊക്കെ പറഞ്ഞെന്റെ രാമുവേട്ടനാ. തുളസി കണ്ണുനീർ പൊഴിച്ചു. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ കുഞ്ഞെ, ആ നാഥനെ തേടിയെത്തിയ ഒരു ചില്ലറക്കാരൊന്നല്ല, ബന്ധുക്കളായിരിക്കണം. പറഞ്ഞു കേട്ട അറിവേ ഉള്ളൂ എനിക്ക്. പിന്നീട് അവരാരും ഇവിടെയും കണ്ടിട്ടില്ല. നാഥനെ തേടി ആരും വന്നതായിട്ടും അറിയില്ല. കുഞ്ഞിനോട് ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറയുന്നത് കുഞ്ഞിന്റെ ജീവന് തന്നെ ആപത്താ. നാഥന്റെ കൂടെ നടന്നവർ പോലും പിന്നീട് രക്ഷപ്പെട്ടിട്ടില്ല. എൻ്റെ രാമുവേട്ടൻ പാമ്പടിയേറ്റ് മരിച്ചെങ്കിലും ശരീരമാസകലം തല്ലിച്ചാച്ച പോലെ ആ മരിച്ചു കിടന്ന് കൊന്ന് കൊണ്ടിട്ടതാണോ എന്ന് ആർക്കറിയാം. അയാളുടെ വലം കൈയായി നടന്ന പ്രേമം മാഷ് അപകടത്തിൽ കിടപ്പിലായി. അതും ആരോ ചെയ്യിച്ചതാ. ഒരു നാഥൻ കാരണം ഇത്ര പേരുടെ ജീവിത വഴിയാതാരായത്. എൻ്റെ ഭദ്രക്കുഞ്ഞിന്റെ, ശോഭയുടെ, ഇനി എത്ര പേരുണ്ടാവുന്ന ആർക്കറിയാം. അതുകൊണ്ട് ദൈവ തേടി അച്ഛനെ തേടിയുള്ള അന്വേഷണം മോളെ അവസാനിപ്പിക്കണം. അതിനുവേണ്ടിയാ ഈ തുളസി ഇത്രയും വർഷങ്ങൾക്ക് ഇതൊക്കെ പറയുന്നത്. കാരണം മോള് നല്ലൊരു ജീവിതത്തിലേക്ക് കടക്കാൻ പോവാ. പഴയതൊക്കെ മോള് മറക്കണം. മോള് ചെന്ന് കയറുന്ന വീട്ടുകാർ ഈ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. മോളുടെ ജീവിതം നശിക്കും കുഞ്ഞെ. കിട്ടിയ അവസരത്തിൽ ഈ നരകത്തിൽ നിന്ന് പോയി രക്ഷപ്പെടും. നാഥൻ ചെയ്തതിന്റെ ഫലം അയാൾ അനുഭവിച്ച്. വാളെടുത്തവൻ വാളാലെന്ന് കേട്ടിട്ടില്ലേ? കൊല്ലും കൊലയുമായി ജീവിച്ചതല്ലാന്ന് ആര് കണ്ടു? തുളസി പറഞ്ഞു നിർത്തിയതും നിലയുടെ കണ്ണുകൾ നിറഞ്ഞു. ആ നിമിഷം തന്നെ വാതിൽ തള്ളി തുറന്ന് ഭദ്രാകത്തേക്കരി തുളസിയെ തുറിച്ചു നോക്കി. എന്റെ നാഥനാരെയും കൊന്നിട്ടില്ല. കൊല്ലും കൊലയും കൊണ്ട് ജീവിച്ചവനല്ല അദ്ദേഹം. പാവം എന്റെ നാഥനൊരു പാവ. ഇരുകൈകൾ കൊണ്ട് മുഖം പൊത്തി നിലത്തായി മുട്ടിയുത്തിരുന്ന് കരയുന്ന ഭദ്രയെ അലിവോടെ നോക്കി നില. എങ്കിലും അവളിലെ അച്ഛന്റെ ചോരയുടെ ഗുണം മറനീക്കി പുറത്തേക്ക് വന്നു. തുളസി ഓടിച്ചെന്ന് ഭദ്രയുടെ ഒപ്പം ഇരുന്നു ഉറച്ച സ്വരത്തിൽ നിലവിളിച്ചു കൂവി. നാഥനല്ല, നാഥുമേനോൻ. എറണാകുളത്തെ മേനോൻ ഫാമിലി ജനിച്ച ജയേന്ദ്ര മേനോന്റെയും കനകലതയുടെയും മൂത്ത മകൻ ഡോക്ടർ ശ്രീ പാർവതി ശിവനാഥ് മേനോന്റെ പ്രിയപ്പെട്ട നാഥേട്ടൻ. നാഥുമേനോന് മറ്റൊരു മകൻ കൂടിയുണ്ട്, കിരൺ നാഥുമേനോൻ. എന്റെ കൈ പിടിച്ച് ഇന്നലെ ഈ തറവാടിന്റെ പടി കയറി വന്ന എന്റെ കിരണേട്ടൻ. നാഥുമേനോന്റെ പെങ്ങൾ ഡോക്ടർ ശ്രീ പാർവതിക്ക് ഒരു മകൻ കൂടിയുണ്ട്. നാഥുമേനോന്റെ കയ്യിൽ പിറന്നു വീണ ജയ് ശിവനാഥുമേനോൻ. ഈ നീലാംബരിയുടെ മുറച്ചെറുക്കൻ. ഇപ്പൊ എന്റെ പാതിയാവാൻ പോകുന്നവൻ. ഈ നിലയുടെ മാത്രം വല്ലാത്തൊരു ഉറപ്പോടെ നില അത്രയും പറയുമ്പോൾ ഭദ്രയും തുളസിയും അവളെ തുറിച്ചു നോക്കിയിരുന്നു. വിശ്വസിക്കാൻ പാടില്ലാത്ത എന്തോ കേട്ട പോലെ അവൾ ഇരുവരെയും നോക്കി ഒന്നുകൂടി പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞതിന്റെ പേരിൽ ആരും വെറുതെ ആദ്യം കേറ്റണ്ട. ഈ നീലാംബരി മുന്നിട്ടിറങ്ങി കണ്ടുപിടിച്ചാൽ ഇതൊന്നും നീലാംബരി അവിടെ കൊണ്ടെത്തിച്ചതാ. ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ചെയ്യാൻ കഴിയാത്ത
മരിച്ച ശേഷം ഒരച്ഛന്റെ ആത്മാവ് അദ്ദേഹത്തിന്റെ കടമ നിറവേറ്റി. പിറവിയെടുക്കും മുമ്പ് തന്നെ മകളുടെ ജീവന് സ്വന്തം ജീവൻ പകരം കൊടുത്ത് സംരക്ഷിച്ച അച്ഛന്റെ ആത്മാവിന് സ്വന്തം മകൾ കിടന്ന് നരകിക്കുന്ന കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ടാവും തന്റെ മകളുടെ ചോദ്യത്തിന് മുമ്പിൽ വാ മൂടിക്കെട്ടി ജീവിച്ചതിന്റെ ഇടയിൽ നിന്നും അവൾ അദ്ദേഹം തന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിച്ചതും സുരക്ഷിതമായി കൈകളിൽ ഏൽപ്പിച്ചതും. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ പറഞ്ഞ ആൾക്കാരൊന്നും നാഥുമേനോന്റെ കൊലപാതകികളല്ല. സ്വന്തം മകളുടെ ജീവന് വേണ്ടി പൊരുതി 5 പേരുടെ ജീവനെടുത്ത ശേഷം നരകതുല്യമായി ബന്ധിക്കപ്പെട്ട നിലയിൽ അദ്ദേഹം ഇവിടെ ഉണ്ടെന്ന് ഒരു സൂചനയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ജീവൻ പണയപ്പെടുത്തി കൊണ്ടുപോയനെ അവര്. കൊല്ലാൻ കൂട്ടുന്നവർ അദ്ദേഹത്തിന്റെ ആൾക്കാർ തന്നെയാണ് തുളസി പറഞ്ഞില്ലേ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർ. കൊലക്കൊടുത്തില്ലേ? മരിച്ചു കഴിഞ്ഞിട്ട് ആത്മാവിനെ പോലും തളച്ചിട്ടില്ലേ? ദൈവത്തിന്റെ മുമ്പിൽ എല്ലാവരും കുറ്റക്കാരാ, ഈ ഞാൻ പോലും. എല്ലാം ഒളിച്ചു വെച്ചതിന് നിങ്ങൾ ഓരോരുത്തരും കാണാൻ പോകുന്നത് എന്റെ കണ്ണുനീരായിരിക്കും. താലിയേറ്റ് എല്ലാവരിൽ നിന്നും വെറുക്കപ്പെട്ട് ഞാൻ ഈ തറവാട്ടിൽ തന്നെ തിരികെ വരുന്ന മുത്തശ്ശനും അമ്മയും തുളസിയൊക്കെ നേരിൽ കാണും. എങ്ങനെയെന്നല്ലേ? ഞാൻ ആരാണ് തിരിച്ചറിയുന്ന നിമിഷം എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവൻ തന്നെ പുഴുത്ത പട്ടിയെ പോലെ എന്നെ ആട്ടിപ്പായിക്കും. ആ കാഴ്ച കൺകുളിക്കാൻ നിങ്ങൾ ഓരോരുത്തരും നേരി കാണാം. അതാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ള ശിക്ഷ. ആദ്യം എല്ലാം അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷെ അവൾ വിതുമ്പിപ്പോയി. ഇടറിയ ഉറച്ച സ്വരത്തിൽ നാദ പാരൽസിൽ എത്തിപ്പെട്ട മുതലുള്ള കാര്യങ്ങൾ അവൾ വിളിച്ചു പോകുമ്പോൾ അതിനൊരു കഥ പറയുന്ന ലാഘവമായിരുന്നില്ല, മറിച്ച് അവൾ അലമുറയിടുകയായിരുന്നു. അവസാന ഒരു തളർച്ചയോടെ അവൾ പിറുപിറുത്തു. പറ്റില്ല, നീലാംബരിക്ക് അവനില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ ഇനി പറ്റില്ല. ഒരു ദിവസം അവന്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ അത്രമേൽ കൊതിച്ചുപോയി നീലാംബരി. അവന്റെ ജീവിതത്തിൽ നിന്ന് ആട്ടിപ്പായിച്ചാലും അവന്റെ പേരുള്ള താരിയായിട്ട് ഞാൻ എന്റെ അച്ഛൻ ഉറങ്ങുന്ന ഈ മണ്ണി കഴിഞ്ഞോളാം. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ മുറി വിട്ടോടുമ്പോൾ എപ്പോഴോ വന്നു കയറിയ നിമിഷം മുതൽ എല്ലാം കേട്ടു നിന്ന ഭാർഗവൻ നായരും അയാൾക്ക് പുറകിൽ നിന്ന കാവ്യയും ഒരു ജീവച്ഛവമായി നോക്കി നിന്നുപോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.